Welcome to CSAR JRF NET examinations. General aptitude paper, class number 29, lesson number 14. Continued. Permutations and combinations, part 2. Permutation and combination, part 2 problems. General aptitude 29th lecture. Permutations and combinations, part 2. We continue problem. And again we repeat the formula. From permutations and combinations. This formula we have seen in the previous class. Permutation, order matters, repetition allowed. In that case, possibilities n raised to r, where n is the number of elements, number of objects in the main set, and r is the number of elements in the subset. Order matters. Order matters. In permutation, order always matters. Repetition not allowed, then possibilities equal to n factorial by n minus r factorial. Combinations. Order doesn't matter. Repetition allowed. Possibilities n factorial by r factorial minus n minus r factorial. Order doesn't matter. Repetition not allowed. Possibilities n plus r minus 1 factorial by n factorial minus n minus 1 factorial. This is the 11th problem. There are 10 points in a plane, out of which 4 are collinear. Find the number of triangles formed by the points as vertices. അപ്പോൾ ഒരു പേപ്പറിൽ 10 പോയിന്റ് ഉണ്ട്. അത് 4 പോയിന്റ് ഒരേ രേഖയിൽ വരുന്നതാണ്, ഒരു സ്ട്രെയിറ്റിന് വരുന്നതാണ്. Then find the number of triangles formed by the points as vertices. അപ്പോൾ ഇങ്ങനെ 10 പോയിന്റ് ഉണ്ട്, 4 പോയിന്റ് ഒരു രേഖയിലാണ് എങ്കിൽ ഈ പോയിന്റുകൾ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ 3 പോയിന്റ് വേണം. അപ്പം അങ്ങനെ എത്ര ട്രയാങ്കിൾ ഈ തന്നിരിക്കുന്ന 10 പോയിന്റ് വെച്ച് വരയ്ക്കാൻ പറ്റും? കണ്ടീഷൻ 4 പോയിന്റ് കൊളിനിയർ ആണെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ 120 ട്രയാങ്കിൾസ്, 170, 116, 140, 20 ട്രയാങ്കിൾ. ആൻസർ ഈസ് ബി ആണ് ആൻസർ. അതായത് 116 triangles. You see the answer, 116 triangles. The number of triangles can be found with 10 points. 10 പോയിന്റ് കൊണ്ട് നമ്മൾ 10 പോയിന്റ് ഉപയോഗിച്ച് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ 3 കോർണർ പോയിന്റ് വേണ്ടത് കൊണ്ട് നമ്മൾ പറയും ദി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 10C3. നമ്മൾ ആ കണ്ടീഷൻ നോക്കാതെ, കൊളിനിയർ കണ്ടീഷൻ നോക്കാതെ നമ്മൾ എത്ര ട്രയാങ്കിൾ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ 10C3 എന്ന് പറയും. 3 പോയിന്റ് ആണല്ലോ, 10 പോയിന്റിൽ നിന്ന് 3 പോയിന്റ് വെച്ചുള്ള സബ്സെറ്റുകളാണ് 10C3. Similarly, number of triangles can be found by 4 points with when no one is collinear. അപ്പോൾ ഈ 4 പോയിന്റ് കൊളിനിയർ അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് 4C3 ട്രയാങ്കിളാണ്. 4C3 ട്രയാങ്കിൾ. ഇവിടെ തന്നിരിക്കുന്ന 4 പോയിന്റ് കൊളിനിയർ ആണ്. അവ കൊളിനിയർ അല്ലെങ്കിൽ വരയ്ക്കാവുന്ന ട്രയാങ്കിൾ 4C3 ആണ്. അപ്പോൾ കൊളിനിയർ ആയതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. സോ ഇൻ ദ ക്വസ്റ്റ്യൻ ഗിവൺ 4 പോയിന്റ്സ് ആർ കൊളിനിയർ, ദാസ് റിക്വയർഡ് നമ്പർ ഓഫ് ട്രയാങ്കിൾ ക്യാൻ ബി ഫോംഡ്. അപ്പോൾ ഈ നമ്മൾ ഒഴിവാക്കേണ്ടത് 4C3 ആണ്. കാരണം ആ 4 പോയിന്റ് കൊളിനിയറാണ്. അപ്പോൾ അവ ട്രയാങ്കിൾ ഫോം ചെയ്തില്ല. അപ്പോൾ ആകെ ട്രയാങ്കിളിൽ നിന്ന് ഈ 4C3 ട്രയാങ്കിൾ കുറയ്ക്കണം. സോ റിക്വയർഡ് നമ്പർ ഓഫ് ട്രയാങ്കിൾ ഇസ് 10C3 മൈനസ് 4C3. 10C3 എന്ന് പറഞ്ഞാൽ 10 into 9 into 8 by 1 into 2 into 3 ആണ്. 10 into 9 into 8 by 6. 10 into 9 into 8 by 6. അത് നമുക്ക് 120 എന്ന് വരും. പിന്നെ 4C3 എന്ന് പറഞ്ഞാൽ 4 മാത്രം. 4C1 ആണ്. 4C3 4C1 ആണ്. 4 by 1 factorial. അപ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ ആകെ ട്രയാങ്കിൾ 116. അതൊരു ആൻസർ. ആകെ ട്രയാങ്കിൾ. Next question. In a party,
every person shakes hands with every other person. If there are 1 or 2 handshake, find the number of persons in the party. ഒരു പാർട്ടിയിൽ കുറേ ആൾക്കാരുണ്ട്, അവർ ഒരു 105 തവണ ഷേക്ക് ഹാൻഡ് നടത്തും. എങ്കിൽ എത്ര ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നാണ് ചോദ്യം. there is 15, 14, 21, 25. അപ്പോൾ ആൻസർ എ ആണല്ലോ. ആൻസർ എ, ദാറ്റ് ഈസ് 15 പേഴ്സൺ ആവുള്ളൂ. 15 പേഴ്സൺസ് അവരാണ് ഈ 105 ഹാൻഡ്ഷേക്ക് നടത്തുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം. Let n be the number of persons in the party, number of handshakes 105. Total number of handshakes is given by NC2. n പേഴ്സൺ ആണല്ലോ. ഒരു ഹാൻഡ്ഷേക്കിന് 2 പേര് വേണം, 2 പേര് തമ്മിലാണ് കൈ കൊടുക്കുന്നത്. അപ്പോൾ NC2. Now according to the question, NC2 is equal to 105. NC2 105 ആണ്. ഒരു 2 ആളുകൾ തമ്മിലാണ് ഹാൻഡ് ഷേക്ക്, n പേഴ്സൺ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് NC2 ഈക്വൽ 105. എന്താ NC2 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ, അത് നമുക്കറിയാമല്ലോ, NCR, n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. സോ NC2 ഈസ് ഈക്വൽ n ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ. അതാണ് 105. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ബൈ 2. അതിൻ്റെ അർത്ഥമാണല്ലോ. NC2 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ബൈ 2 ഫാക്ടോറിയലാണ്. 2, ദാറ്റ് ഈസ് 105. അത് നമുക്കൊന്ന് ബ്രാക്കറ്റ് മാറ്റാം. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ n സ്ക്വയർ മൈനസ് n ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 105, 210. n സ്ക്വയർ മൈനസ് n മൈനസ് 210 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ n ഈസ് 15 ഓർ മൈനസ് 14. മൈനസ് 14 ഈസ് നോട്ട് അക്സെപ്റ്റബിൾ, കാരണം നമ്പർ ഓഫ് പേഴ്സൺ ആണ്, അത് പോസിറ്റീവ് ആയിരിക്കണം. So n is 15. That is number of persons in the party equal to 15. That's the answer. Next question. If the number of positive integers which can be formed by using the number of positive integers which can be formed by using any number of digits from 0, 1, 2, 3, 4, 5 without repetition. അപ്പോൾ റിപ്പീറ്റേഷൻ പാടില്ല. റിപ്പീറ്റേഷൻ ഇല്ലാതെ എത്ര പോസിറ്റീവ് നമ്പേഴ്സ് നമുക്ക് ഈ കാണുന്ന 6 സംഖ്യകൾ കൊണ്ട് നിർമ്മിക്കാൻ പറ്റും. 0, 1, 2, 3, 4, 5 6 സംഖ്യകളുണ്ട്. ഒന്ന് 0 ആണ്. അപ്പോൾ 0 നമ്മൾ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3 അല്ലെങ്കിൽ 0ക്ക് മുകളിലുള്ള സംഖ്യയാണ് പോസിറ്റീവ് നമ്പർ. അപ്പോൾ 0 പോസിറ്റീവ് നമ്പറായിട്ട് എടുക്കാറില്ല. 0ക്ക് മുകളിലുള്ളതാണ് പോസിറ്റീവ് നമ്പർ എന്ന് കരുതേണ്ടത്. അങ്ങനെയുള്ള എത്ര പോസിറ്റീവ് നമ്പേഴ്സ് നിർമ്മിക്കാൻ സാധിക്കും ഈ 6 അക്കങ്ങൾ കൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 1200, 1500, 1600, 1630 ഇത്രയും നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ കുറച്ച് നോക്കാം. ഇതിൻ്റെ ആൻസർ ഡി ആണ്. 1630 സംഖ്യകൾ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അതായത് കണ്ടുപിടിക്കുന്നത് പറയാം. 1 ഡിജിറ്റ് പോസിറ്റീവ് ഇൻറ്റിജർ 6 അക്കമാണ് ഉള്ളത്. അപ്പോൾ ഒരു സംഖ്യയിൽ ഒരക്കം വെച്ചുള്ള നമുക്ക് സംഖ്യകൾ വിചാരിക്കാം. 0 നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, കാരണം 0 ഒരു പോസിറ്റീവ് ഇൻറ്റിജറായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. 0ക്ക് മുകളിലാണ് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ബാക്കി 5 എണ്ണം. അപ്പോൾ 1 ഡിജിറ്റുള്ള എത്ര സംഖ്യകൾ? 5 സംഖ്യകൾ. പിന്നെ 2 ഡിജിറ്റ് പോസിറ്റീവ് നമ്പേഴ്സ് 2 ഡിജിറ്റ് എത്ര ഉണ്ടാക്കാൻ പറ്റും? ബാക്കി 5 എണ്ണത്തിൽ നിന്ന് അത് 25 ഉണ്ടാക്കാൻ സാധിക്കും. 25. ആ 3 ഡിജിറ്റ് പോസിറ്റീവ് നമ്പേഴ്സ് അത് 100 ഉണ്ടാക്കാൻ സാധിക്കും. 4 ഡിജിറ്റ് പോസിറ്റീവ് നമ്പേഴ്സ് 300 ആയിരിക്കും. 5 ഡിജിറ്റ് പോസിറ്റീവ് നമ്പേഴ്സ് 600 ആയിരിക്കും. 6 ഡിജിറ്റ് പോസിറ്റീവ് നമ്പേഴ്സ് 600 ആയിരിക്കും. ടോട്ടൽ പോസിറ്റീവ് നമ്പേഴ്സ് 5 + 25 + 100 + 300 + 600 + 600, ദാറ്റ് ഈസ് 1630. ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ചില സംശയം വരും, എങ്ങനെയാണ്? ആദ്യത്തെ വളരെ ഈസിയാണ്, കാരണം 0 വരത്തില്ല. ബാക്കി 5 അക്കങ്ങളുള്ളത്. ഓരോ അക്കവും ഓരോ നമ്പറായിട്ട് വിചാരിച്ചാൽ നമുക്ക് 5 നമ്പർ കിട്ടും. അത് ക്ലിയറാണ്. രണ്ടാമത്തെ 2 ഡിജിറ്റ് എങ്ങനെയാണ്? 2 ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെ 25 വരുന്നത്? അല്ലെങ്കിൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെയാണ് 100 വരുന്നത്? അത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ നോക്കുക, നമ്പേഴ്സ് വിത്ത് 1 digit എക്സെപ്റ്റ് 0, 5 നമ്പേഴ്സ്, അത് ക്ലിയർ ആണല്ലോ. നമ്പേഴ്സ് വിത്ത് 2 digits, അതായത് 2 digit ആകുമ്പോൾ ആദ്യം 0 പറ്റത്തില്ല, ബാക്കി 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കണം. അപ്പോൾ 5 തരത്തിൽ അവിടെ നമുക്ക് ഫില്ല് ചെയ്യാം, 5 തരത്തിൽ. അടുത്തത് പിന്നെ 0 വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ബാക്കി 5 സംഖ്യകൾ, 6ൽ ഒരെണ്ണം മാറിപ്പോയല്ലോ, പിന്നെ 0 ഉൾപ്പെടെ ബാക്കി 5 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 5 തരത്തിൽ അവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എത്ര സംഖ്യ കിട്ടും? 5 × 5 25 നമ്പേഴ്സ്. അത് ആ 25 കണക്ക് വന്നത്. ഇനി 3 digits, നമ്പേഴ്സ് വിത്ത് 3 digits, ആദ്യം 0 വരാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ള 5 സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം എടുക്കുമ്പോൾ 5 തരത്തിൽ എടുക്കുക. അപ്പോൾ 5 എന്ന് എഴുതി. പിന്നെ 0 വന്നാലും കുഴപ്പമില്ല, അപ്പോൾ ബാക്കി 5 ഉണ്ട്, ആ 5 എണ്ണത്തിൽ നിന്ന് നമുക്ക് 5 തരത്തിൽ എടുക്കുക. അപ്പോൾ × 5. അപ്പോൾ 2 അക്കങ്ങൾ ഫില്ലായി. ഇനി ബാക്കി 4 സംഖ്യകളേ ഉള്ളത്. ആ 4 സംഖ്യയിൽ നിന്ന് വേണം മൂന്നാമത്തെ ഫില്ല് ചെയ്യാൻ. എത്ര തരത്തിൽ? 4 തരത്തിൽ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 5 × 5 × 4, അതാണ് 100 എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി നമ്പേഴ്സ് വിത്ത് 4 digits. അപ്പോൾ ആദ്യത്തെ സ്ഥാനം നേരത്തെ പറഞ്ഞ പോലെ 5 തരത്തിൽ, കാരണം 0 പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് 0 ഉൾപ്പെടെ 5 സംഖ്യകളുണ്ട്, 5 തരത്തിൽ. രണ്ടാമത്തെ അക്കം, മൂന്നാമത്തത് 4 തരത്തിൽ, നാലാമത്തത് 3 തരത്തിൽ. കാരണം അക്കങ്ങൾ എണ്ണം കുറഞ്ഞല്ലോ, കുറഞ്ഞാൽ പോകണം. അപ്പോൾ അത് കുടിച്ചാൽ നമുക്ക് 300. നമ്പേഴ്സ് വിത്ത് 5 digits, ആദ്യം നമുക്ക് 0 പറ്റത്തില്ല, 5 തരത്തിൽ. ബാക്കിയുള്ളത് 5 എണ്ണത്തിൽ 5 എണ്ണം ഉണ്ട്, 5 തരത്തിൽ ഒരെണ്ണം പോയി. പിന്നെ 4 ഉള്ളത് 4 തരത്തിൽ, പിന്നെ 3 ഉള്ളത് 3 തരത്തിൽ, പിന്നെ 2 ഉള്ളത് 2 തരത്തിൽ. 600 കിട്ടും. പിന്നെ നമ്പേഴ്സ് വിത്ത് 6 digits, ആദ്യ സ്ഥാനം 5, ബാക്കിയുള്ളത് 5 ഫാക്ടോറിയൽ തരത്തിൽ, 5 തരത്തിൽ ഫില്ല് ചെയ്യാം. 5 ഫാക്ടോറിയൽ 120 ആണ്. 120 × 5, ദാറ്റ് ഈസ് 600. സോ ടോട്ടൽ എല്ലാം കൂട്ടുക, 1630 ആൻസർ. 1630 ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. In the World Cup of Cricket, there will be 12 teams divided equally in 2 groups. The teams of each group will play match against each other. From each group, 3 top teams will qualify for the next round. In this round, each team will play against each other once. 4 top teams of this round will qualify for the semi-final round. When they play the best of 3 matches, the minimum number of matches in the next World Cup will be. You see the problem? In the next World Cup of Cricket, there will be 12 teams. 12 ടീമാണ് അടുത്ത വേൾഡ് കപ്പിൽ ഉള്ളതെന്ന് കരുതുക. ഡിവൈഡ് ഈക്വലി ഇൻ 2 ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പായിട്ട്, 6 2 ഗ്രൂപ്പായിട്ട് ഭാഗിക്കും. ടീംസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് വിൽ പ്ലേ മാച്ച് അഗൈൻസ്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഓരോ ടീമിലെയുള്ള ആൾക്കാർ പരസ്പരം കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഫ്രം ഈച്ച് ഗ്രൂപ്പ് 3 ടോപ്പ് ടീംസ് വിൽ ക്വാളിഫൈ ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്. ഓരോ ഗ്രൂപ്പിൽ നിന്നും 3 ടീമിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇൻ ദിസ് റൗണ്ട് ഈച്ച് ടീം വിൽ പ്ലേ അഗൈൻസ്റ്റ് ഈച്ച് അതർ അതേഴ്സ് വൺസ്. മുമ്പത്തെ പോലെ ഓരോ പ്രാവശ്യം ആണ് കളിക്കുന്നത്. 4 ടോപ്പ് ടീംസ് ഓഫ് ദിസ് റൗണ്ട് വിൽ ക്വാളിഫൈ ഫോർ ദ സെമി ഫൈനൽ റൗണ്ട്. 4 ടീമിനെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കും. when they play the best of 3 matches, ഇപ്പോൾ 3 മാച്ചസ് കളിക്കണം. The minimum number of matches in the next World Cup will be. അപ്പോൾ മിനിമം മാച്ചസിൻ്റെ എണ്ണം എത്രയാണെന്നുള്ള 54, 53, 38, 43. None of this. Answer B, that is 53 matches. 53 matches ആണ് അവർ കളിക്കേണ്ടത്. അതിൻ്റെ കാരണം നോക്കി, ഇത് നമ്പർ ഓഫ് മാച്ചസ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട്. പിന്നെ 6 പേരുള്ള ടീമാണ് ഒരു മാച്ചിൽ 2 പേരെ കളിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മാച്ചസ് ഫസ്റ്റ് റൗണ്ടിൽ 62 + 62, അത് 2 കൂട്ടിയെടുക്കണം. നമ്പർ ഓഫ് മാച്ചസ് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്. നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് 3 6 പേരാണ് ഉള്ളത്, അവർ പരസ്പരം കളിക്കുന്നത്. അപ്പോൾ 6 കിട്ടും. നമ്പർ ഓഫ് മാച്ചസ് ഇൻ ദി സെമി ഫൈനൽസ്, അവിടെ 4 ടീമാണ്, 4
4 into 2. Total number of matches. എല്ലാം കൂട്ടണം. അപ്പോൾ 6 plus 62 plus 42 plus പിന്നെ ഫൈനൽ മാച്ച്. രണ്ട് കളിയാണ് നമ്മൾ കൂട്ടുന്നത്. ഫൈനൽ മാച്ച്. കേട്ടോ, ഫൈനൽ മാച്ച്. ഫൈനൽ മാച്ചിന് നോക്കി. For the top teams of this round will qualify for the semi-final when they play the best of 3 matches. The minimum number of matches. ഇപ്പോൾ ഫൈനലിൽ ഒരു പ്രാവശ്യം കളിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ 3 മാച്ചസിൽ നിന്ന് ആണ് ഈ വിന്നിംഗ് ടീമിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2 മാച്ച് ജയിച്ചിരിക്കണം. 2 മാച്ച് കൺസിക്യൂട്ടീവായിട്ട് ജയിക്കണം. അതാണ് നമ്മൾ 2 അവസാനം കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 53 മാച്ചസ് ഉണ്ട്. 53 മാച്ചസ് ആൻസർ. Next question. There are 10 persons among whom 2 are brothers. The total number of ways in which these persons can be seated around a round table so that exactly one person sit between the brothers is equal to 10 persons ആണ്. 2 പേര് ബ്രദേഴ്സാണ്. There are 10 persons among whom 2 are brother. The total number of ways in which these persons can be seated around a round table so that exactly one person sit between the brothers is equal to. അപ്പോൾ 10 പേരെ ഇരുത്തണം. 2 പേര് ബ്രദേഴ്സാണ്. അപ്പോൾ ബ്രദേഴ്സിനിടയ്ക്ക് ഒരാൾ വരണം. ആ രീതിയിൽ വേണം ഇരുത്താനായിട്ട്. അപ്പോൾ എത്ര തരത്തിൽ ഇരുത്താമെന്ന്. 7 factorial, 2 factorial, 2 factorial, 8 factorial, 3 factorial, 2 factorial, 3 factorial, 8 factorial of this. അപ്പോൾ ഇതൊരു സർക്കുലർ പെർമ്യൂട്ടേഷൻ കേട്ടോ. സർക്കുലർ പെർമ്യൂട്ടേഷൻ ആകുമ്പോൾ നമ്മൾ ഈ പെർമ്യൂട്ടേഷനിൽ ഇപ്പോൾ ഒരു റോയിൽ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ n ഫാക്ടോറിയൽ. സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ നമ്മൾ n-1 ഫാക്ടോറിയൽ എന്നാണ്. n-1. ഇപ്പോൾ 10 പേരിൽ 2 പേര് ബ്രദേഴ്സാണ്. ബാക്കി 8 പേര് പെർമ്യൂട്ട് ചെയ്യുന്നത് 7 ഫാക്ടോറിയൽ വൈസ് ആയിരിക്കും. 8-1 7 ഫാക്ടോറിയൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു റോയിൽ നമ്മൾ n നമ്പേഴ്സിനെ പിന്നെ പെർമ്യൂട്ട് ചെയ്താൽ അത് n ഫാക്ടോറിയലാണ്. സർക്കുലറായിട്ട് ഒരു റൗണ്ട് ടേബിൾ ചുറ്റി ഇരുത്തുകയാണെങ്കിൽ ആ പെർമ്യൂട്ടേഷനുകളുടെ n-1 ഫാക്ടോറിയലാണ്. ഇവിടെ 10 പേരുള്ളത് 2 പേര് ബ്രദേഴ്സാണ്. അവരുടെ കാര്യം പുറകെ ചിന്തിക്കാൻ. ബാക്കി 8 പേര് സർക്കുലറായിട്ടിരിക്കുമ്പോൾ അവരുടെ പെർമ്യൂട്ടേഷൻ 8-1 ആണ്. ദാറ്റ് ഈസ് 7 ഫാക്ടോറിയലാണ്. 7 ഫാക്ടോറിയൽ. അപ്പോൾ അത് നമ്മൾ എഴുതാം ആദ്യം. അപ്പോൾ അത് 7 ഫാക്ടോറിയൽ. പിന്നെ 2 ബ്രദേഴ്സിനെ നമുക്ക് 2 ഫാക്ടോറിയൽ തരത്തിൽ അറേഞ്ച് ചെയ്യാം. 2 ഫാക്ടോറിയൽ തരത്തിൽ പെർമ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആകെ പെർമ്യൂട്ടേഷൻ 7 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരും.
ഇഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ്, ലെറ്റേഴ്സ് ഓഫ് ദി വർക്കല്ല, വേർഡ് ആകട്ടെ, വേർഡ് WRD എന്ന് വായിക്കണേ. ഇഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ക്യൂബർ ആർ റിട്ടൺ ഇൻ ഓൾ പോസിബിൾ ഓർഡേഴ്സ് ആൻഡ് അറേഞ്ച്ഡ് ആസ് ഇൻ എ ഡിക്ഷണറി, then the rank of the word ക്യൂബർ will be. ഇപ്പം ക്യൂബർ എന്നുള്ള വേർഡ് നമ്മൾ വ്യത്യസ്തമായിട്ട് ഈ പെർമ്യൂട്ട് ചെയ്ത് എഴുതുകയാണ്. ഇപ്പോൾ ആദ്യം കെ വരാം, അല്ലെങ്കിൽ യു വരാം, ബി വരാം, അങ്ങനെ എഴുതുകയാണ്. ഡിക്ഷണറിയുടെ ഓർഡറിൽ പറയുകയാണ്. അപ്പം അങ്ങനെ വന്നാൽ ക്യൂബർ എത്രാമത്തെ വാക്കായിട്ട് വരുന്നത്? ഇതിനകത്തുള്ള ലെറ്റേഴ്സ് അല്ല, ക്യൂബറിനകത്തുള്ള 5 ലെറ്റേഴ്സ് ഉണ്ട്. അവരെ ഷബിൾ ചെയ്ത് ഡിക്ഷണറി ഓർഡറിൽ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ബി തുടങ്ങുന്ന വാക്കിലാണ് ആദ്യം വരുന്നത്, ഇ തുടങ്ങുന്നത് രണ്ടാമത് വരും, കെയിൽ തുടങ്ങുന്നത് മൂന്നാമത് വരും, ആറിൽ തുടങ്ങുന്നത് നാലാമത് വരും, യുവിൽ തുടങ്ങുന്നത് അഞ്ചാമത് വരും. അങ്ങനെ കുറേ വാക്കുകൾ നമുക്ക് എഴുതാം, നമ്പർ ഓഫ് വേർഡ്സ് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതിയാൽ ഈ ക്യൂബർ എന്നുള്ള വാക്ക് എത്രാമത്തെ നമ്പറായിട്ട് വരും? 67, 68, 65, 69. അതാണ് ഇവിടെ കൊടുത്ത ഉത്തരം. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഏയാണ് 67th റാങ്ക് വരും, 67th ഓർഡർ വരും, ക്യൂബറിൻ്റെ സ്ഥാനം. വി ക്യാൻ സി ഹൗ ഈസ് ഇറ്റ്. ടോട്ടൽ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് ബി. ഇപ്പോൾ ക്യൂബറിൽ ബി ആണല്ലോ ആൽഫബറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ക്യൂബറിനകത്തുള്ള ആദ്യ വാക്ക്. അപ്പോൾ ടോട്ടൽ വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് ബി, ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. ബിയിൽ തുടങ്ങുന്ന വാക്കുകൾ 4 ഫാക്ടോറിയലാണ്. അത് 24 നമ്പേഴ്സ് വരും. 4 ഫാക്ടോറിയൽ 4 × 3 × 2. ബിയിൽ തുടങ്ങുന്നതാണ്. ബിയിൽ തുടങ്ങിയിട്ട് ബാക്കി ആ 4 ലെറ്റേഴ്സാണ് തിരിച്ച് മറിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ബി പോയി കഴിഞ്ഞാൽ, ബി അങ്ങോട്ട് ഫില്ല് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ക്യൂബർ, ആ ബി കഴിഞ്ഞാൽ പിന്നെ KUER, അത് 4 തരത്തിൽ നമുക്ക് അവിടെ നിരത്താം. അപ്പോൾ 4 ഫാക്ടോറിയൽ തരത്തിൽ വരും. അപ്പോൾ 24. ബി തുടങ്ങുന്നത് 24. അതുപോലെ ടോട്ടൽ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് ഇ തുടങ്ങുന്നതും ഇ കഴിഞ്ഞാൽ പിന്നെ 4 ലെറ്റേഴ്സ് 4 ഫാക്ടോറിയൽ 24. ടോട്ടൽ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത്, അപ്പോൾ ബിയും ഇയും കഴിഞ്ഞാൽ പിന്നെ കെയിൽ തുടങ്ങാവും. കെയിൽ തുടങ്ങേണ്ടത് എല്ലാ വാക്കും വേണ്ട, നമുക്ക് എല്ലാ വാക്കും വേണമെന്നില്ല, 24 വേണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ള മതി. കെ കഴിഞ്ഞ് KB കഴിഞ്ഞ് കെ കഴിഞ്ഞ് KR കഴിഞ്ഞാണ് KU വരുന്നത്. അപ്പോൾ ഈ KB, KE, KR നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ 3 ഫാക്ടോറിയൽ 3 ലെറ്റർ ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ 6 6 6. അത് കഴിഞ്ഞ് വരുന്ന ലെറ്ററാണ് ഈ ക്യൂബർ എന്നുള്ള വാക്ക്, KU. KUവിലെ ഫസ്റ്റ് വാക്കാണ്. ഫസ്റ്റ് വാക്കാണ് ക്യൂബർ. സെക്കൻഡ് വാക്കാകുമ്പോൾ KUEBR വരും. അപ്പോൾ ഇവിടെ 3 ലെറ്റർ കഴിഞ്ഞ് KUവിൽ തുടങ്ങുമ്പോൾ ക്യൂബർ ഫസ്റ്റ് വേർഡായിട്ട് വരും. അപ്പോൾ അതിൻ്റെ സ്ഥാനം എത്രയാണ്? ആദ്യത്തെ 24 കൂട്ടണം, പിന്നത്തെ 24, പിന്നത്തെ 6, 3 അപ്പോൾ 18, പിന്നെ 1. അപ്പോൾ 67ാമത്തെ റാങ്കാണ്, 67ാമത്തെ സ്ഥാനമാണ് ഈ ക്യൂബർ എന്നുള്ള വാക്കിൽ ഡിക്ഷണറിൽ വരിക. നെക്സ്റ്റ്, എ ലെറ്റർ ലോക്ക് കൺസിഡർ 4 rings. ഒരു ലെറ്റർ ലോക്കിൽ ഈ അക്ഷരം ലോക്കായിട്ട് ഉപയോഗിക്കുന്നത് അതിന് 4 റിംഗ് ഉണ്ട്. ഈച്ച് റിംഗ് കണ്ടെയ്ൻസ് 9 non-zero digits. This lock can be opened by setting 4-digit code with the proper combination of number lock ആണ്, combination of each of the 4 rings. Maximum how many codes can be formed to open the lock? A letter lock consists 4 rings. Each ring contains 9 non-zero digits. This lock can be opened by setting 4-digit code with the proper combination of each of the 4 rings. Maximum how many codes can be formed to open the lock? നമ്പർ ലോക്ക് തുറക്കാൻ എത്ര കോഡ് പോസിബിൾ ആണ്? 4:9, 9:4, 9B4, none of this. Answer you look.
There are 9 non-zero digits to arrange themselves at 4 different positions. 4 rings ആണ്. Each letter can be arranged at a different position in 9 different ways. So the required number of ways 9 into 9 into 9 into 9, kind of 4 rings. That is 9 raised to 4. That is the answer. Next question. 10 students are to be seated in 2 rows equally for the mock test in a room. 10 കുട്ടികൾ ഒരു മോക്ക് ടെസ്റ്റിന് ഇരിക്കണം ഒരു മുറിയിൽ, 2 റോയിൽ ഇരിക്കണം, 2 നിരയായിട്ടിരിക്കണം. There are 2 sets of question papers, code A and code B. 2 തരം ക്വസ്റ്റ്യൻ പേപ്പറാണ്, code Aയും code Bയും. Each of the 2 rows can have only 1 set of paper. ഇപ്പോൾ 2 റോയിൽ ഒരു റോയിൽ ഒരു ടൈപ്പ് ക്വസ്റ്റിനെ പാടുള്ളൂ. ബട്ട് ഡിഫറൻറ്റ് ദാറ്റ് ഫ്രം അതർ റോ. ഇപ്പോൾ ഒരു റോയിൽ ഒന്നാണെങ്കിൽ അടുത്ത റോയിൽ വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി ഹൗ മെനി വേസ് ദീസ് സ്റ്റുഡൻസ് ക്യാൻ ബി അറേഞ്ച്ഡ്. ഏതെല്ലാം തരത്തിൽ ഈ കുട്ടികൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ അറേഞ്ച് ചെയ്ത രീതിയാണ്. ഇറ്റ് ഈസ് 27, 75, 600, 125, 600, 72, 57, 600, 200, 560, none of this. You see the answer. Answer is C, 72, 57, 600. 5 students can be seated out of 10 students in 10C5 ways. 10 പേരിൽ നിന്ന് 5 പേരെ നമുക്ക് സബ്സെറ്റ് ആയിട്ട് 10C5 വേസിൽ അറേഞ്ച് ചെയ്യാം. റിമൈനിങ് 5 will be seated in 5C5 ways. ബാക്കിയുള്ള 5C5 വേസ് അറേഞ്ച് ചെയ്യാം. Students of each row can be arranged as 5 factorial into 5 factorial ways. 10 കുട്ടികളാണ്, അപ്പോൾ 2 റോ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവരെ 5 factorial into 5 factorial ways അറേഞ്ച് ചെയ്യാം. 2 sets of paper can be arranged themselves in 2 factorial ways. So total number of arrangement 10C5 into 5 factorial into 5 factorial into 2 factorial. 2 factorial is 2. On multiplication we get 72, 57600. 72, 57600. 10C5 അറിയാമല്ലോ. 10 into 9 into 8 into 7 into 6 by 1 into 2 into 3 into 4 into 5. അങ്ങനെ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many ways can 4 prizes be given away to 3 boys if each boy is eligible for all the prizes? How many ways can 4 prizes be given away to 3 boys? ഇപ്പോൾ 4 പ്രൈസ് 3 കുട്ടികൾക്ക് വിതരണം ചെയ്യണം. ഓരോ കുട്ടിയും 4 പ്രൈസും വാങ്ങാൻ അർഹരാണ്. ഓക്കെ, 256 ways, 24, 12, none of this. You see, let the option B on, let the 3 boys B1, B2, B3 and 4 prizes P1, P2, P3 and P4. Now boy 1 is eligible to receive any of the 4 available prizes. So 4 ways, 4 ഇരട്ടിയാക്കി സ്വീകരിക്കുക. B1 will receive prizes for next 3. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 3 ഉള്ളൂ. Next 3 possible prizes in 3 ways. B3, boy 3 will receive the prizes from the rest 2 prizes available. So 2 ways. Total number of ways would be 4 into 3 into 2 into 1, 24 ways. Hence, the 4 prizes can be distributed in 24 ways. Next question. Find the number of ways in which 8064 can be resolved
as the product of two factors. 864 രണ്ട് സംഖ്യകളുടെ ഒരു പ്രൊഡക്റ്റായിട്ട്, രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എത്ര തരത്തിൽ നമുക്ക് ഭാഗിച്ചെഴുതാമെന്ന്, എത്ര തരത്തിൽ എഴുതാം, രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് ആയിരിക്കണം. അങ്ങനെ 22, 24, 21, 20 ടൈംസ്. അപ്പോൾ അത് നമുക്ക് 864 രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റായിട്ട് ഏതെല്ലാം തരത്തിൽ സ്പ്ലിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അതൊരു ലിറ്റിൽ ഡിഫിക്കൽട്ട്. നമ്മൾ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കണം, എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കണം, എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യണം, ഇത് കിട്ടുള്ളൂ. ഇതാണ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ കിട്ടുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 8064 ക്യാൻ ബി സോൾവ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 24 ആസ് ബിലോ. ഒന്ന് ഫാക്ടറാണ്, അപ്പോൾ 8064. അത് രണ്ടും കുടിച്ചാൽ നമുക്ക് 8064 കിട്ടും. രണ്ട് ഫാക്ടറാണ് 40, 32. മൂന്ന് ഫാക്ടറാണ്. മൂന്ന് ഫാക്ടർ ആകുമ്പോൾ നമുക്ക് 2 × 2, 6, 8, 8. 4 ഫാക്ടറാണ്. അങ്ങനെ നമ്മൾ ഫാക്ടറിലായി കഴിഞ്ഞാൽ 24, ഈ കാണുന്നില്ല ഫാക്ടറാണ്, 24 ടൈംസ് എന്ന് കിട്ടും. 24. ഇതെല്ലാം ഗ്രൂപ്പിംഗ് ആണ്. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ആദ്യമേ ഫാക്ടർ കണ്ടുപിടിച്ചാലും മതി. ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ നമ്മളിങ്ങനെ 8064, 8064/2, 4032, 4032/2, 2062 അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് വരാം. അവസാനം 7 വരെ വരും. എന്നിട്ട് ഓരോന്നായിട്ട് ഗ്രൂപ്പ് ചെയ്ത് നോക്കണം. ഗ്രൂപ്പ് ചെയ്യുമ്പോഴേ ഇപ്പോൾ രണ്ടും ഒന്നും 8064 ഫാക്ടറാണ്, രണ്ടും 4032 ഫാക്ടറാണ്. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യണം. 2 × 4, പിന്നെ 4 × 8, 8 അതിൻ്റെ സംഖ്യയും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് നോക്കണം. നോക്കുമ്പോൾ 24 ഗ്രൂപ്പിംഗ് ഉണ്ട്. 24 ഗ്രൂപ്പിംഗ്. ദാറ്റ് ഇസ് ആൻസർ. ആദ്യം ഫാക്ടേഴ്സിലും കണ്ടുപിടിക്കണം. അപ്പോൾ 7 ഫാക്ടറാണ്, 21 ഫാക്ടറാണ്. അപ്പോൾ 21 × സംതിങ്, 7 × സംതിങ്, അതാണ് 8064. അങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ എത്രയുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ 21 ഫാക്ടറാണ്, 7 ഫാക്ടറാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയസ് കോമ്പിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ അവിടെ 24 തരത്തിൽ രണ്ട് സംഖ്യയുടെ പ്രൊഡക്റ്റായിട്ട് 8064 നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് ദി ആൻസർ. So that is the 10th question. With this question, our this class, 29th class is over. Thank you very much.